അപ്പോൾ അതിൽ ഒരുപാട് ആളുകളും ബ്രേക്കപ്പിന് ശേഷം ജീവിതം ഇല്ലാതായി, ലൈഫ് ഹാസ് കം ടു എ പോസ്, ബ്രേക്കപ്പിന് ശേഷം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഡോണ്ട് മേക്ക് യുവർ റിലേഷൻഷിപ്പ് ദി ഓൺലി സിഗ്നിഫിക്കൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്. നമുക്ക് എല്ലാവർക്കും സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ എന്താണ്? ഞാൻ വായിച്ചിട്ടുള്ള ഒരു കോട്ടുണ്ട്, വി ആർ ദി ആവറേജ് ഓഫ് 5 പീപ്പിൾ ദാറ്റ് വി സ്പെൻഡ് മോസ്റ്റ് ഓഫ് അവർ ടൈം വിത്ത് എന്ന്. അതുപോലെ തന്നെ വ്യക്തികളല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു 5 കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഐ എം വെരി ക്യൂരിയസ് ടു നോ. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഈ 5 കാര്യങ്ങൾ പറയുമ്പോൾ ഇത് അതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഓർഡറിൽ തന്നെ ആവണമെന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പോൾ എവറിത്തിങ് അബൌട്ട് സിനിമ. സിനിമ എൻ്റെ പ്രൊഫഷനാണ്. ഞാൻ ഒരു സ്ക്രീൻ റൈറ്ററാണ്. സിനിമയെക്കുറിച്ച് നിരന്തരമായി പഠിക്കുക, അതിന് സിനിമകൾ കാണുക, സിനിമയെക്കുറിച്ച് വായിക്കുക, തിരക്കഥകൾ വായിക്കുക, തിരക്കഥാരചനയെക്കുറിച്ച്, സിനിമയെക്കുറിച്ച്, ഫിലിം മേക്കിങ്ങിനെ കുറിച്ചൊക്കെ കോൺസ്റ്റന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു പ്രൊഫഷനാണ്. ഞാൻ അതിൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെ ജീവിതത്തിലും അവർക്ക് റീക്രിയേഷണലായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് പർട്ടിക്കുലർലി നമുക്ക് ഫിനാൻഷ്യലി ഗെയിൻസ് തരുന്ന ഒരു കാര്യമാണോന്നില്ല. മോസ്റ്റ്ലി നമുക്കത് കാരണം കൂടുതൽ ചിലവായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ട്രാവലാണ്. ഒരുപാട് യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ യാത്ര ചെയ്യണമെന്ന് തോന്നുന്ന ഒരു ലഹരി, അങ്ങനെ ഒരു മാജിക് യാത്രയായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നത് വളരെ കുറവാണെങ്കിലും കോൺസ്റ്റന്റ്ലി ഞാൻ കൂടുതൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. യാത്ര അല്ലാതെ തന്നെ വായന എനിക്കിഷ്ടമാണ്. അല്ലാത്ത കുറേ ഹോബീസ് ഉണ്ട് എനിക്ക്. ഞാൻ നിരന്തരമായിട്ട് പുതിയ ഹോബീസ് കണ്ടെത്തുന്ന ഒരാളാണ്. അങ്ങനെ പുതിയ ഹോബീസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പീരീഡിനെ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഹോബീസിനെ കുറിച്ച് മാത്രമായിട്ട് ഞാൻ വിശദമായിട്ട് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നമ്പർ 3 വുഡ് ബി ഫുട്ബോൾ. ഫുട്ബോൾ എന്ന് പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പറ്റുന്ന പോലെ ഫുട്ബോൾ മാച്ചുകൾ ഞാൻ കാണാറുണ്ട്. ബാഴ്സലോണയുടെ കളികൾ കാണാറുണ്ട്, റയൽ മാഡ്രിഡിന്റെ കളികൾ കാണാറുണ്ട്, പ്രീമിയർ ലീഗിലെ ടോപ്പ് ടീംസിന്റെ കളികൾ കാണാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷം അനുഭവിക്കുന്ന എനിക്ക് തോന്നുന്നു ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ഫുട്ബോൾ മാച്ചുകളെ അനലൈസ് ചെയ്യാനും അതിനെ ടാക്ടിക്കലി മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫുട്ബോളിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാൻ കഴിയും. നമ്മളുടെ ഇവിടുത്തെ ഒരു സങ്കല്പം അനുസരിച്ച് പൊതുവേ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നത് അതിനെ ഒരു ജോലിയാക്കി മാറ്റാനും അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏണിംഗ് പോസിബിലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും ഞാൻ ഒരുപാട് പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ. 4മത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയായിട്ടിരിക്കാൻ എനിക്ക് പുതിയതായി പഠിക്കാൻ, നിരന്തരമായിട്ട് പുതിയ സബ്ജക്റ്റുകൾ കണ്ടെത്തുക, അതിനെക്കുറിച്ച് പഠിക്കുക, അത് ഞാൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ മൂന്നാറിൽ ജീവിക്കുന്ന സമയത്ത് വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച്, അവിടുത്തെ ജോഗ്രഫിയെക്കുറിച്ച്, അവിടുത്തെ ഹിസ്റ്ററിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ ഞാൻ വടുതലയിൽ ജീവിക്കുന്ന സമയത്ത് ഫിഷിങ്ങിനെ കുറിച്ച്, അവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ഫിഷിങ്ങിന്റെ പല മെത്തേഡ്സിനെ കുറിച്ച്, മീനുകളെ കുറിച്ച്, അവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോക്കൽ നോളജ് നന്നായിട്ട് മനസ്സിലാക്കാൻ ആ സമയത്ത് ഒരു വിദ്യാർത്ഥി പോലെ ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഞാൻ മെക്കാനിക്കൽ വാച്ചുകളുടെ കളക്ഷൻ തുടങ്ങിയ സമയത്ത് വാച്ച് മേക്കിംഗ് എന്ന് പറയുന്ന ആർട്ടിനെ കുറിച്ച്, അതിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, വാച്ച് കമ്പനീസിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, ചില മോഡലുകളുടെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യവും ഞാൻ വളരെയധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 5മത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ റിലേഷൻസ് ആണ്. 5മത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന് അർത്ഥമില്ല. സോ കോൾഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ടാവും. സൗഹൃദങ്ങളുണ്ട്, നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിലെല്ലാം ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കുള്ള ഒരു റിലേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻ ഇല്ലാതെ അങ്ങനെ ഒരു സ്പേസിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഞാനുമായിട്ടുള്ള ഒരു റിലേഷൻ എന്താണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ഇന്നേ വരെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ലെസണിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പക്വത ഉണ്ടാകുമ്പോൾ, മെച്യൂരിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതത്തിലെ പ്രിയോറിറ്റീസ്. ആ കാര്യങ്ങൾ തമ്മിലുള്ള ബാലൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പലപ്പോഴും നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്സ്, നമ്മളുടെ മറ്റു റിലേഷൻഷിപ്സിന്റെ പോലും ഡൈനാമിക്സ്, അതിന്റെ അടിസ്ഥാനം തന്നെ തുടങ്ങുന്നത് ഫാമിലിയിൽ നിന്നായിരിക്കും. നമ്മളുടെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ നമ്മളുടെ മറ്റു പല റിലേഷനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പല ആളുകൾക്കും അവരേറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യവും
അതുപോലെ അവർ എവിടെ നിന്നാണ് ഏൺ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യവും ഒന്നായിട്ട് ചെയ്യാൻ പല ആളുകൾക്കും സാധിക്കാറില്ല. ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വളരെ മുമ്പേ തന്നെ കണ്ടെത്തുകയും അത് കണ്ടെത്തിയതിനു ശേഷം അതിനെ പിന്തുടരാനുള്ള ജേർണിയിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ പാഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോസ്റ്റ് ക്യാപിറ്റൽ വേൾഡിൽ നമുക്കറിയാം നമ്മളുടെ ക്യാപിറ്റൽ, നമ്മളുടെ പർച്ചേസിങ് പവർ എല്ലാമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലിനെ, അതുപോലെ ഒരു പരിധി വരെ നമ്മുടെ സന്തോഷത്തെയും. യു ക്യാൻ സേ ദാറ്റ് മണി കാൺട്ട് ബൈ ഹാപ്പിനെസ്. പണമില്ലാത്ത സാഹചര്യം നമുക്ക് ഒരുപാട് അൺഹാപ്പിനെസ് കൊണ്ടുവരും എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മേ ബി ഇറ്റ് കാൺട്ട് ബൈ ഹാപ്പിനെസ്, ബട്ട് ഇറ്റ് ക്യാൻ അവോയ്ഡ് എ ലോട്ട് ഓഫ് അൺഹാപ്പി സിറ്റുവേഷൻസ്. നമ്മുടെ ഈ റിലേഷൻഷിപ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഫഷനും ഒക്കെ പുറത്ത് നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ചില മാർഗങ്ങൾ, അത് പല ആളുകൾക്ക് വളരെ ഡിഫറെന്റ് ആയിരിക്കും. ചില ആളുകൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഭക്ഷണം പോയി കഴിക്കുക എന്നുള്ളതായിരിക്കും. ചില ആളുകൾക്ക് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരു നല്ല ചായ കുടിക്കുന്നത് പോലും ആവാം. ചില ആളുകളുടെ അങ്ങനെയുള്ള ഐഡിയാസ് വളരെ ഗ്രാൻഡ് ആയിരിക്കാം, വളരെ എക്സ്പെൻസീവ് ആയിരിക്കാം. അപ്പൊ ഇതെല്ലാം ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ എന്തെല്ലാം സാഹചര്യങ്ങളിൽ ഏതെല്ലാം രീതിയിൽ പെരുമാറും, നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക, അതെങ്ങനെയായിരിക്കും നമ്മളെ അഫക്റ്റ് ചെയ്യുക, നമ്മുടെ ആക്ഷൻസിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും, ആ കോൺസിക്വൻസസിനോടുള്ള നമ്മുടെ റിയാക്ഷൻസ് എന്തായിരിക്കും, ഇത്തരത്തിലുള്ള കുറേ അണ്ടർസ്റ്റാൻഡിങ്സ് അത് പലപ്പോഴും നമുക്ക് മുൻകൂട്ടി പഠിക്കാനൊന്നും സാധിക്കാറില്ല. ചിലപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടും നമ്മൾ മെന്റലി വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. എത്ര വൈകിയാണെങ്കിലും ഇതൊക്കെ റിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ആളുകളുടെ കാര്യത്തിലും ലേറ്റ് 20s 30s അടുക്കുന്ന സമയത്തായിരിക്കും പല ആളുകൾക്ക് ഇത് ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് അതിന് മുമ്പും ഉണ്ടാവും, ചില ആളുകൾക്ക് ഒരു പക്ഷേ 30s ശേഷമായിരിക്കും ഇത് ഉണ്ടാവുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും. അത് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വളരെ എവിഡന്റ് ആയിരിക്കും. ചില ആളുകൾ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരില്ല. ചില ആളുകൾ നമ്മുടെ ഇമോഷൻസിനെ പോലെ ഒരു കോമഡി ആയിട്ട് പുറത്തുനിന്ന് കാണുകയായിരിക്കും ചെയ്യുന്നത്. ഈ കാര്യത്തിൽ നല്ല സുഹൃത്തുക്കൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിതത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജഡ്ജ്മെന്റ് ശരിയാവണമെന്നില്ല. അവർക്ക് നോക്കി കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അതിന്റെ റെമഡി എന്ന് പറയുന്ന കാര്യം കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ്ലി ഒരു വിഷൻ ഉണ്ടായിരിക്കുക. ടു ഹാവ് സംതിങ് ഗ്രേറ്റ് ടു അക്കംപ്ലിഷ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഗ്രേറ്റ് തിങ് ടു അക്കംപ്ലിഷ് എന്ന് ഞാൻ പറയുമ്പോൾ അത് സമൂഹത്തിന്റെ കണ്ണിൽ വളരെ മഹത്തായ ഒരു കാര്യമാണെന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു കാലത്ത് വലിയ യാത്രകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഞാൻ പല ഗ്രാമങ്ങളിലും പല സാമൂഹിക സാഹചര്യങ്ങളിലും പോയ സമയത്ത് രാഷ്ട്രീയപരമായിട്ട് സാമൂഹികപരമായിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ അതിന്റെ റൂട്ട് ലെവലിൽ നിന്ന് പ്രവർത്തിക്കുക, അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അവിടുത്തെ വില്ലേജസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വിഷനിലേക്ക് ഞാൻ പോയി. മന്ഥൻ എന്ന് പറയുന്ന NGO ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു വലിയ വിഷൻ അതായിരുന്നു. അതായത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ യു, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു ഫീലിംഗിൽ ഒരു ഗ്രേറ്റർ വിഷൻ ഉണ്ടാവുക, ഒരു ഗ്രേറ്റർ കോസിന്റെ ഭാഗമാവുക എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ പോലും അതിനേക്കാളെല്ലാം ഗ്രേറ്റർ ആണ് സിനിമ എന്ന് പറയുന്ന എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ റിലേഷൻഷിപ്സ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അത് മാത്രം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്ന സമയത്ത്, അതില്ലാതാവുന്ന സമയത്ത് വാട്ട് വി ആർ ലെഫ്റ്റ് വിത്ത് ഇസ് എ വോയിഡ്, നമുക്കൊന്നും തന്നെ ഉണ്ടാവാത്ത ഒരു ശൂന്യതയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നത്. അവിടുന്ന് മുന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ കാര്യമായിരിക്കും. അവിടെ നിന്ന് പുതിയതായിട്ട് നമുക്ക് പ്രതീക്ഷ തരുന്ന, സന്തോഷം തരുന്ന ഒരു കാര്യം കണ്ടെത്താൻ വരെ വളരെ പാടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹോബീസിനെ കുറിച്ചും നമ്മുടെ ഇഷ്ടങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം പയ്യെ അത്രമാത്രം നമ്മളെ എക്സൈറ്റ് ചെയ്യാതായി മാറിയേക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വളരെ ഡൈ ഹാർഡായിട്ട് ഫുട്ബോൾ ഫോളോ ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഫുട്ബോളിൽ നിന്ന് വളരെ ഡിസ്കണക്ട് ആയി പോയിട്ടുള്ള കുറേ സുഹൃത്തുക്കളെ എനിക്കറിയാം. ഇതുപോലെ ഇപ്പോൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നിട്ട് സിനിമയിൽ നിന്ന് ഇപ്പോൾ അകന്നുപോയ സുഹൃത്തുക്കളെ എനിക്കറിയാം. അപ്പം നമ്മൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പയ്യെ നമുക്ക് എക്സൈറ്റിംഗ് അല്ലാതായി മാറുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ സംശയിക്കാൻ തോന്നും, എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുവാനുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. അത് എനിക്ക് തോന്നുന്നതിന് മറ്റൊരു ഡയമെൻഷൻ കൂടെ ഉണ്ട്.
പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാലം ജീവിക്കുന്ന സമയത്ത് ഗ്രാജുവലി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിനുള്ള എക്സൈറ്റ്മെന്റും അത് നമുക്ക് സന്തോഷം തരുന്നതും ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ പുതിയ പേഴ്സ്പെക്റ്റീവുകളിലൂടെ നോക്കിക്കാണുക. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹോബീസ് ആണെങ്കിൽ നമ്മൾ പുതിയ ഹോബീസ് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ പുതിയൊരു ഹോബി തുടങ്ങുന്ന സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഹണിമൂൺ പീരീഡ് ആ ഹോബിക്കും ഉണ്ടാവും. ഇപ്പൊ വാച്ച് കളക്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വാച്ചുകളായിരുന്നു. എവിടെ നോക്കിയാലും വാച്ചായിരുന്നു കാണുന്നത്. ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ വാച്ച് കടകൾ അന്വേഷിച്ചായിരുന്നു ഞാൻ പോകുന്നത്. അതിനുശേഷം ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി അതൊരു സാച്ചുറേഷൻ സംഭവിച്ചു എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ പുതിയതായിട്ടൊരു ഹോബി തുടങ്ങി. പിന്നെ കുറച്ചു കാലം ആ ഹോബിയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഹോബീസും നമ്മളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കണ്ടിന്യൂസ്ലി റീഇൻവെന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനുവേണ്ടി ടൈമും മണിയും ഇൻവെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കുക, റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു നഗരത്തിൽ ജീവിക്കുകയാണ്. നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക, അവിടെ പോയി അത് കഴിക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ നമ്മുടെ വശത്ത് നിന്ന് ഇടേണ്ട ഒരു വലിയ എഫേർട്ട് ശരിക്കും ഉണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ലെസൺ, ഇപ്പൊ ഞാൻ പറഞ്ഞ ലെസണിന്റെ റൂട്ട്സുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.